PSC പരീക്ഷ മാറ്റിവെച്ചു. 10ാം ക്ലാസ് യോഗ്യതയായ LDC പരീക്ഷയാണ് മാറ്റിവെച്ചത്. ഉച്ചയ്ക്ക് 1:30 നടക്കേണ്ട പരീക്ഷയാണ് മാറ്റിയത്. ആലപ്പുഴയിൽ ചോദ്യപേപ്പർ മാറ്റിപ്പൊട്ടിച്ചതിനെ തുടർന്നാണ് പരീക്ഷ മാറ്റിയത്. ഒരു 1:30 ആയപ്പോഴാണ് അവർ നമ്മളെ വിളിച്ച് ഒരു 1:15 ആയപ്പോഴാണ് അവർ പറഞ്ഞത്, ഇവിടെ അനൗൺസ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചെന്ന് ഇങ്ങനെ ഒരു കാരണത്താൽ ആലപ്പുഴ എന്താ ഇങ്ങനെ ലീക്കായെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് വിളിച്ചവർ പറഞ്ഞത്. 1:30 തുടങ്ങേണ്ട പരീക്ഷയാണ്. 1:30 തുടങ്ങേണ്ട പരീക്ഷയാണ്. നിങ്ങൾ 1 മണിക്ക് കയറണ്ടേ? 1 മണിക്ക് ആയപ്പോഴും ഇവിടെ വന്ന് നിൽക്കുക. നമ്മളപ്പോൾ ലിസ്റ്റ് ഒന്നും ഇടാത്തോടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ അനൗൺസ് ചെയ്ത് ആലപ്പുഴ ഇങ്ങനെ ഒരു ലീക്കിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞത്, വിഷയം അങ്ങനെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞത്. എല്ലാവരും ഒരുപാട് പേര് പല ദൂരത്തിൽ നിന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മാറി പൊട്ടിച്ച് അങ്ങനെ മാറ്റി വെച്ചത് ബുദ്ധിമുട്ടായി. ചീഫിനാണ് ഇൻഫർമേഷൻ വന്നത് എക്സാം മാറ്റി വെച്ചു എന്നുള്ളത്. പരീക്ഷ തുടങ്ങി തൊട്ട് മുമ്പ് അറിയുക. ഞങ്ങൾ 1 മണിക്കാണ് അറിഞ്ഞത്. നമ്മൾ ഡ്യൂട്ടിക്ക് വന്നതുകൊണ്ട് നമ്മൾ 1 മണിക്കാണ് അറിഞ്ഞത്. ചോദ്യപേപ്പർ മാറി കൊടുത്തുകൊണ്ട് മാറ്റി വെച്ചു. എന്താണ് റീസൺ എന്ന് പറഞ്ഞില്ല. എക്സാം മാറ്റി വെച്ചു, ഒഴിവാക്കി. കുട്ടികളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ദൂരത്തു നിന്നൊക്കെ വന്നതല്ലേ, വിഷമമായിരുന്നു അവർക്ക്. ഇവിടെ എത്ര കുട്ടികളുണ്ടായിരുന്നു മൊത്തം എഴുതാൻ? ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 10 ക്ലാസ് റൂമാണ്. 10 ക്ലാസ് റൂമിലായിട്ട് 200 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ വന്നവർ ചില കുട്ടികളൊക്കെ എക്സാമിന് വേണ്ടി വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ഉണ്ടാവും, സാധാരണ സെന്റർ മാറ്റി വയ്ക്കാറുണ്ടല്ലോ. കൊല്ലത്തുനിന്നൊക്കെ ഇവിടെ വരാറുണ്ട് കുട്ടികൾ. നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കടുത്ത ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴിതാ പരീക്ഷ പേപ്പർ മാറിപ്പോയി എന്നുള്ള ഒരു തലവേദന കൂടി PSCക്ക് മുകളിലേക്ക് വരുന്നത്. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കടക്കം രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കുന്ന പരീക്ഷയിലാണ് ഈ ചോദ്യപേപ്പർ മാറി നൽകിയത്. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, PSCയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ചയാണ്. ചോദ്യപേപ്പർ ഇത്തരത്തിൽ അലക്ഷ്യമായ രീതിയിലാണോ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അനുശ്രീ, PSC ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ, അതായത് SSLC യോഗ്യതയായുള്ള ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് മാറി നൽകിയത്. 4 ഘട്ടങ്ങളിലായാണ് ഈ പരീക്ഷ നടത്തേണ്ടത്. ആദ്യ 2 ഘട്ടങ്ങൾ ഇന്ന് രാവിലെയും ഉച്ചയായി നടക്കേണ്ടതാണ്. രാവിലത്തെ പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് ചോദ്യപേപ്പർ മാറി നൽകിയെന്ന വിവരം PSC അറിയുന്നത്. ആലപ്പുഴ ലജനത്ത് സ്കൂളിലെ പരീക്ഷ സെന്ററിലാണ് ചോദ്യപേപ്പർ മാറി നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ നൽകുകയായിരുന്നു. PSC പരിശീലന കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിൻ്റെ ചോദ്യപേപ്പർ റിവ്യൂ അവരുടെ ഗ്രൂപ്പുകളിൽ നൽകിയപ്പോൾ ആലപ്പുഴയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ചോദ്യപേപ്പർ അല്ല മറ്റു ജില്ലകളിൽ ലഭിച്ചത്. അതെങ്ങനെ സംഭവിച്ചു? ഒരേ ചോദ്യപേപ്പറാണ് നൽകേണ്ടത്. അതിൻ്റെ സീരിയൽ നമ്പറും അതുപോലെ തന്നെ ആ ചോദ്യക്രമവും ഒക്കെ മാറുമെങ്കിലും ചോദ്യങ്ങളെല്ലാം ഒന്നു തന്നെയാകും ഒരു ദിവസം നടക്കുന്ന PSC പരീക്ഷയുടെ. എന്നാൽ ആലപ്പുഴയിൽ നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളെല്ലാം മറ്റ് സെൻ്ററുകളിലെ കുട്ടികൾ, മറ്റ് ജില്ലകളിലെ കുട്ടികൾക്ക് ലഭിച്ച ചോദ്യപേപ്പർ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് പരീക്ഷാ സെൻ്റർ ഉടമകൾ PSCയെ ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് ഈ ഒരു അബദ്ധം PSCക്ക് ബോധ്യമാകുന്നത്. ഇങ്ങനെ പരീക്ഷാ പേപ്പർ മാറി നൽകിയെന്ന വിവരം PSC അറിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ നൽകിയതാണ് വിവാദമായത്. അതോടുകൂടി ഈ പരീക്ഷ മാറ്റിവെക്കുകയാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗാർത്ഥികളെ അറിയിക്കുകയായിരുന്നു. എല്ലാ സെൻ്ററുകളിലും ആ അറിയിപ്പെത്തി. പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾ കയറിയ ശേഷമാണ് ആ അറിയിപ്പ് എത്തുന്നത്. ഏതായാലും അതോടുകൂടി വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ട്. കാരണം പലരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പരീക്ഷയാണ് ഇത്. നേരത്തെ തന്നെ PSCക്കെതിരെ വലിയ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്ന് ആസൂത്രണ ബോർഡിലെ ചോദ്യപേപ്പർ ബന്ധപ്പെട്ട് മറ്റും ഉയരുന്നുണ്ട്. യുവജന സംഘടനകൾ, യുവമോർച്ച അടക്കമുള്ള സംഘടനാ വിഷയത്തിൽ പ്രതിഷേധത്തിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. എന്നാൽ യുവമോർച്ച PSC ആസ്ഥാനത്ത് വരെ കയറിയ ഒരു പ്രതിഷേധത്തിന് തയ്യാറായിരുന്നു. ഏതായാലും ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് അടക്കമുള്ളവർ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുകയാണ്. PSCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന് സമൂഹങ്ങളും മാധ്യമങ്ങളും വളരെ കാലമായി പറയുന്ന കാര്യമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ PSCയുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സമീപനം ഒരിക്കലും തുറന്നു കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല. ഒരു മാറ്റമുണ്ടാകുമ്പോൾ ഗവൺമെൻറ് സമൂഹം വിചാരിച്ചത് പുതിയ ഗവൺമെൻറ് വന്നു ഈ PSC ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത്, യുവാക്കൾക്കുണ്ടായിരുന്നത്. പക്ഷേ മുൻകാലത്ത് ഭരിച്ചിരുന്ന ഭരണകൂടങ്ങളിൽപ്പെട്ട അഴിമതികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായ പരിശ്രമമാണ് കേരളത്തിലെ പുതിയ ഗവൺമെൻറ്റും നടപ്പിലാക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വലിയ സമരങ്ങളുമായിട്ട് യുവമോർച്ച മുന്നോട്ട് പോകുന്നത്. ഇത് LDFനെ സഹായിക്കുക എന്നുള്ള
CPM-നെ സഹായിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും UDF-ഉം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യം കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കണമെന്ന് പലതവണ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ആ ആവശ്യങ്ങളോട് ഒരു തരത്തിലുമുള്ള ഒരു അനുഭാവപൂർണ്ണമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ ഭാഗത്തുനിന്നുണ്ടാകും. PSC ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നു. ഇന്നും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടും തെരുവിൽ സമരം ചെയ്യുന്ന യുവാക്കളെ, വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. കേരളത്തിലെ യുവാക്കളെ LDF ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർക്കാർ വഞ്ചിച്ചിരുന്നു. ആ വഞ്ചന ഞങ്ങളും തുടരും എന്നുള്ള ഒരു യുദ്ധപ്രഖ്യാപനം യുവാക്കളോട് നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ UDF ഗവൺമെൻറ് എന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് ഇതിൽ സൂചിപ്പിക്കുന്നത്. അല്ല, തീർച്ചയായും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നിപ്പോൾ പുറത്തു വന്നു, രാവിലെ തന്നെ പരീക്ഷാ ഹാളിലേക്ക് എത്തി പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറായിരുന്ന വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് രണ്ടാമത് നടത്തേണ്ട പരീക്ഷയുടെ ചോദ്യക്കടലാസ് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നേരത്തെ തന്നെ ചോർത്തുന്ന സംവിധാനം അതിനുള്ളിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെയോ അട്ടിമറി നടത്താൻ പറ്റുമോ അവിടെയെല്ലാം അട്ടിമറി നടത്തുന്നൊരു സമീപനമാണ് സർക്കാർ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ ഇത്രയും അന്വേഷണം പ്രഖ്യാപിച്ചു, എല്ലാ സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നു, എന്നാൽ കാര്യക്ഷമമായി നടക്കേണ്ടതല്ലേ? ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി, ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവിടെ പോയി അന്വേഷണം നടത്തി പേപ്പറുകളും മറ്റു വിവരങ്ങളും ശേഖരിക്കുമ്പോൾ അതിനുവേണ്ടി കൊടുക്കാൻ ആരോപണ വിധേയനായ PSC ചെയർമാൻ ഒരു കമ്മിറ്റി നിയമിച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റി ആലോചിച്ചതിന് ശേഷം ഇവർക്ക് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു. അതിൽ ഏതൊരുവിധ അസ്വാഭാവികതയും കേരളത്തിലെ ഗവൺമെൻറ്റിന് തോന്നുന്നില്ല, മന്ത്രിക്ക് തോന്നുന്നില്ല, മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥ ഉള്ളപ്പോൾ പോലും അതിലൊരു അസ്വാഭാവികതയും കേരളത്തിലെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും തോന്നുന്നില്ല എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ആരോപണ വിധേയൻ PSCയുടെ ചെയർമാനാണ്. ക്രമക്കേട് നടത്തിയിരിക്കുന്നത് PSCയുടെ ചെയർമാൻ ഉൾപ്പെടുന്ന ആളുകളാണ്. അവിടെ പാർട്ടിയുടെ വലിയ തോതിലുള്ള പിൻവാതിൽ ഇടപെടലുകൾ മുൻ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ് ആരോപണം. പാർട്ടി നേതാക്കളുടെ മക്കൾക്കും പാർട്ടി പ്രവർത്തകരുടെ മക്കൾക്കുമെല്ലാം KAS പരീക്ഷയിൽ പോലും ഇടം തെറ്റിയിട്ടുണ്ട് എന്നുള്ള ഓരോ വിവരങ്ങൾ ദൈനംദിനം ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു അന്വേഷണം നടത്തുന്നില്ല എന്ന് മാത്രമല്ല, പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ വിവരങ്ങൾ നൽകുന്നതാരാണ്? അന്വേഷണം ആർക്കെതിരെയാണോ നടത്താൻ നിൽക്കുന്നത് അദ്ദേഹം തീരുമാനിച്ച കമ്മിറ്റി വിവരങ്ങൾ നൽകുമെന്നുള്ളതാണ്. ഇനി PSCയുടെ വിശ്വാസ്യത നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നാണ് ഇവർ പല ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ എന്താ അവസ്ഥ? PSCയുടെ വിശ്വാസ്യത നിലനിർത്തണമെങ്കിൽ അവിടുത്തെ ചില വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു, അത് കൊടുക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു. പക്ഷേ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് PSC തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് കള്ളക്കളി നടക്കുന്നത്? ഇത് അന്വേഷണം കണ്ണിൽ പൊടിയിടൽ, ഇത് ഇരുകൂട്ടരും ഒരുമിച്ചറിഞ്ഞുകൊണ്ട് നടക്കുന്നു. യുവാക്കൾ തെരുവിലാണ്, യുവാക്കൾ ആശങ്കയിലാണ്. അവർ PSCയെ ആശ്രയിച്ച് ജീവിക്കുന്ന യുവാക്കളുടെ വയറ്റത്തടിക്കുന്ന, അവരുടെ ഭാവി നശിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഒരു ഭരണകൂടം പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ യുവമോർച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുള്ളത്, യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തുടക്കത്തിൽ തന്നെ ഇതിലെ വലിയ സമരങ്ങൾ നടന്നു. അന്ന് ഞങ്ങൾ ഈ സമരരംഗത്ത് വരുന്ന സമയത്ത് ചുരുക്കം ചില വാർത്തകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു ചെറിയ വിഷയമല്ല, കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന യുവാക്കളെ ഭാവി തകർക്കുന്നൊരു വലിയ വിഷയമാണ് എന്ന് നമ്മൾ മുന്നോട്ട് വച്ചിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തകളും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കേരളത്തിലെ ഓരോ പ്രദേശത്തും അഴിമതി നടന്നിരിക്കുന്നു. ഓരോ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പരീക്ഷകളിൽ പോലും അഴിമതി നടന്നിരിക്കുന്നു. പല സ്ഥലത്തും പരീക്ഷകൾ നടത്തി ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടും താൽക്കാലിക ജീവനക്കാരെ വച്ച് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. വേക്കൻസികൾ ഉണ്ടായിട്ടും അത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമില്ല. PSC ഉദ്യോഗാർത്ഥികളോട്, PSC പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികളോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ ചെറിയ കാര്യമല്ല. PSC പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് അവർ 6 മാസം കാത്തിരിക്കണം. PSC പരീക്ഷ എഴുതിയതിനു ശേഷം ആ പരീക്ഷയുടെ ലിസ്റ്റിൽ ഇടം നേടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ റിസൾട്ട് പുറത്തു വരുന്നതിന് വീണ്ടും ഒരു 6 മാസം കാത്തിരിക്കണം. റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ റിസൾട്ടിൽ നിന്ന് ആളുകളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആരെയൊക്കെയാണ് എടുക്കാൻ പോകുന്നത് എന്ന നിലയിലേക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഏകദേശം 6 മാസം കാത്തിരിക്കണം. അതായത് 1.5 വർഷം
ഒരു പരീക്ഷയുടെ പ്രൊസീജിയർ മാത്രം നടക്കുന്നുണ്ട്. 1.5 വർഷം കഴിഞ്ഞാലാണ് ലിസ്റ്റിലൊരു അന്തിമ തീരുമാനമാവുക. ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് ഏതൊക്കെ സ്ഥലത്ത് വേക്കൻസി ഉണ്ട് അവിടെ പോകണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ട് അവിടെ കയറി ഇറങ്ങണം, അവിടെ പോയിട്ട് വിവരാവകാശങ്ങൾ കൊടുക്കണം, കണ്ണിൽ എണ്ണ ഒഴിച്ച് അവർ കാത്തിരുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസികൾ കൊണ്ടുവന്ന് അവരുടെ തൊഴിൽ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യമാണ് PSC എന്ന് പറയുന്ന വലിയ സംവിധാനം കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറുകളുടെ വലിയ സാധ്യതകൾ വളർന്നു വരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വലിയ തോതിൽ വാതോതിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതടവില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഗവേണൻസിനെ കുറിച്ച്, ഭരണ മികവിനെ കുറിച്ച് ഒക്കെ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഇത്തരം സംവിധാനങ്ങളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്തരം ദുർവിധികൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും ഒരു വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുറത്ത് വിവരം കൊടുക്കാതെ പിൻവാതിലൂടെ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നു. തങ്ങൾ നടത്തുന്ന പരീക്ഷയുടെ വിവരങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവരാവകാശ നിയമപ്രകാരം കൊടുക്കണമെന്ന് നിൽക്കെ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് PSC തീരുമാനിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ പറയുന്നു ആ വിവരങ്ങൾ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. PSC പറയുന്നു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. PSC പരീക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ ചോദ്യപേപ്പർ മാറിപ്പൊട്ടിച്ചതിനെ തുടർന്ന് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ ചോദ്യപേപ്പർ മാറിപ്പൊട്ടിച്ചതിൽ യുവമോർച്ച പ്രതികരിക്കുകയായിരുന്നു. ഇതിൽ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് യുവമോർച്ച ഉന്നയിക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയായ LDC പരീക്ഷയാണ് മാറ്റിവെച്ചത്. ഉച്ചയ്ക്ക് 1:30 നടക്കേണ്ട പരീക്ഷയായിരുന്നു ഇത്. ചോദ്യപേപ്പർ മാറിപ്പൊട്ടിച്ചതിനെ തുടർന്ന് ആ പരീക്ഷ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. VV അരുണാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.